നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എല്ലാവർക്കും വന്ദനമറിയിക്കുന്നു. ദൈവം നമുക്ക് നൽകിയ ഈ പുതിയ ദിവസത്തെ ഓർത്ത് കർത്താവിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. ദൈവം നമുക്ക് നൽകിയ സന്തോഷങ്ങൾ, ദാനങ്ങൾ, ആരോഗ്യം, ദൈവകൃപ എന്നിവയ്ക്കും നന്ദി പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഇന്ന് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 15-ാം അധ്യായം 6-ാമത് വാക്യമാണ്. സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് യേശുക്രിസ്തുവിന് അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടെ ഇരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. Now the God of patience and of comfort grant you to be of the same mind one with another according to Christ Jesus. അനുഗ്രഹമുള്ള ഈ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എങ്ങനെ മാനവജാതിക്ക് രക്ഷയുടെ മാർഗമാണ് എന്ന് കൃത്യമായ വിവരണങ്ങളോടുകൂടി എഴുതപ്പെട്ട ഈ അനുഗ്രഹമുള്ള ലേഖനം യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവിക രക്ഷയുടെ, ദൈവിക സന്തോഷങ്ങളുടെ, ആത്മീയ വളർച്ചയുടെ, ആത്മീയ അനുഭവങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ നൽകുന്ന ഒരു ലേഖനവും കൂടെയാണ്. ഇവിടെ നാം വായിച്ച വാക്യത്തിൽ നമുക്ക് കൃപ ലഭിക്കുമാറാകട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്. നമുക്ക് കൃപ ലഭിക്കുമാറാകട്ടെ. എന്തിനാണ് കൃപ നമുക്ക് ലഭിക്കേണ്ടത്? കൃപ എന്തിനു വേണ്ടിയാണ്? ഇന്ന് ലോകത്തിലെ ആളുകൾ പൊതുവെ തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു വാക്കാണ് കൃപ എന്ന വാക്ക്. കൃപ, കൃപാസനം, കൃപ, മറ്റു കാര്യങ്ങൾ, ഇവ സംബന്ധിച്ച ഒരു തെറ്റായ വിവരങ്ങൾ പലപ്പോഴും പലയിടത്തും ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. കൃപ എന്നത് ഒരു കൊമേർഷ്യലൈസ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു വ്യാപാര അടിസ്ഥാനത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒന്നായി മാറുന്നു. കൃപ ലഭിച്ച ചില ആളുകൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് ബന്ധപ്പെടുന്നു. കൃപയ്ക്ക് വേണ്ടി ഓടി വരൂ എന്ന് ആളുകളെ വിളിക്കുന്നു. അങ്ങനെ ദൈവം സൗജന്യമായി നൽകുന്ന കൃപയുടെ വ്യത്യസ്ത അനുഭവങ്ങൾ വ്യാപാര അടിസ്ഥാനത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ് ലോകത്തിൽ മിക്കതും എന്നതുകൊണ്ട് ഈ വാക്യം നാം നിശ്ചയമായും അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. നമുക്ക് കൃപ ലഭിക്കുമാറാകട്ടെ. എന്തിനു വേണ്ടിയാണ് കൃപ ലഭിക്കുന്നത്? പൈശാചിക ശക്തിയെ ജയിക്കാൻ, രോഗങ്ങളെ ജയിക്കാൻ, പരീക്ഷകളെ ജയിക്കാൻ, ക്രിസ്തുവിൽ ജയകരമായി ജീവിപ്പാൻ കൃപ നമുക്ക് ആവശ്യമാണ്. ആ കൃപ നമുക്ക് ലഭിക്കട്ടെ. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. എന്തിന്? തമ്മിൽ ഏകചിന്തയോടിരിപ്പാൻ, സ്ഥിരതയും ആശ്വാസവും ലഭിക്കുവാൻ, യേശുക്രിസ്തുവിന് അനുരൂപമായി ജീവിക്കുവാൻ. അവിടെ പറയുന്നത് യേശുക്രിസ്തുവിന് അനുരൂപമായി ഏകചിന്തയോടെ ഇരിപ്പാൻ. യേശുക്രിസ്തുവിൽ എന്തായിരുന്നു ഏകചിന്ത ഉണ്ടായിരുന്നത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം തമ്മിൽ ആശയക്കുഴപ്പമില്ലാതെ, തമ്മിൽ ചിന്താക്കുഴപ്പങ്ങളില്ലാതെ, ഒരേ മനസ്സിൽ, ഒരേ ശബ്ദത്തിൽ, ഒരേ രീതിയിൽ നീങ്ങുന്ന ഏകചിന്ത പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തിലുണ്ട്. പിതാവ് ഇച്ഛിക്കുന്നത് പുത്രൻ ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ പുത്രൻ നീങ്ങി. പുത്രൻ ചോദിക്കുന്നത് പിതാവ് ഗ്രാൻറ്റ് ചെയ്ത് അനുവദിച്ചു കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് കാര്യങ്ങളെ ചെയ്യുന്നത് പുത്രൻ്റെ പരസ്യശുശ്രൂഷയുടെ ആത്മീയതയുടെ വെളിപ്പാടിനായി ഉപയോഗപ്പെടുന്നു. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം ഏകാഭിപ്രായത്തിൽ, ഏകചിന്തയോടുകൂടെ, ഐക്യതയോടുകൂടെ, യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പിതാവേ ഞാനും അങ്ങും ഒന്നായിരിക്കുന്ന പോലെ ഏകചിന്തയോട് ഇരിപ്പാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് കഴിയണം എന്ന ഒരർത്ഥമാണ് നാം ഇവിടെ കാണുന്നത്. ആ ഐക്യത, ആ ദൈവകൃപ നമുക്ക് കൃപ മുഖാന്തരം ലഭിക്കുമാറാകട്ടെ. ഏകചിന്തയോടിരിപ്പാൻ കൃപ ലഭിക്കട്ടെ. കൃപ എന്നത് അർഹതയില്ലാത്ത ദാനമാണ്. കൃപ എന്നത് ആളുകൾ പ്രാപിച്ചും അത് വ്യത്യസ്ത രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ
ആത്മീയതയുടെ ഐക്യം കാക്കാനുള്ള ഒരു വിശേഷ കൃപ നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പൗലോസ്. എന്തിനാണ് ആത്മീയ ഐക്യം ഉണ്ടാകേണ്ട ആവശ്യം? അവിടെ കാണുന്നത് സ്ഥിരതയും ആശ്വാസവും ലഭിക്കണമെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തിൽ സ്ഥിരതയുണ്ടാവണമെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ആശ്വാസവും സന്തോഷവും പ്രാപിക്കണമെങ്കിൽ ഐകമത്യത്തിലും ഏകഭാവത്തിലും ഏകചിന്തയിലും മുമ്പോട്ട് പോകണം. അല്ലെങ്കിൽ ആത്മീയമായി സ്ഥിരത നഷ്ടപ്പെടും. ഒരുവൻ അവൻ്റെ ഹൃദയത്തിലും മറ്റൊരുവൻ്റെ ഹൃദയത്തിൽ ലഭിക്കേണ്ട ആശ്വാസങ്ങൾ നഷ്ടപ്പെടും. തമ്മിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായാൽ ആശ്വാസം നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും, ആത്മീയ ഐക്യത നഷ്ടപ്പെടും. എന്നാൽ അത് നഷ്ടപ്പെടുത്താതെ സ്ഥിരതയിലും ആശ്വാസത്തിലും അനുഗ്രഹത്തോടെ ദൈവിക ദാനങ്ങളോടെ ജീവിപ്പാൻ കഴിയേണ്ടതിന് യേശുക്രിസ്തു പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും, പരിശുദ്ധാത്മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും, പിതാവ് പുത്രനോടും ആത്മാവിനോടും ഉള്ള ആത്മീക ഏകചിന്ത, ഏകാഭിപ്രായം യേശുക്രിസ്തുവിലുള്ളതുപോലെ നമ്മിലും വ്യാപരിപ്പാൻ തക്കവണ്ണം ഒരു പുതിയ കൃപ നമുക്ക് ഇന്ന് ലഭിക്കട്ടെ എന്നാണ് പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നത്. അതെ, അത് തന്നെ ഈ വചനം കേൾക്കുന്ന നമുക്കും കൃത്യമായി ലഭിക്കുമാറാകട്ടെ. തമ്മിൽ ഏകചിന്തയോടിരിപ്പാൻ, അത് കുടുംബത്തിലാകട്ടെ, സഭയിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, വ്യത്യസ്തമായ ചിന്താഗതികളുള്ള ആളുകളുള്ളപ്പോഴും യേശുക്രിസ്തുവിനാൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന, വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ച, ദൈവകൃപയനുഭവിക്കുന്ന, ന്യായവിധിയിൽ നിന്നൊഴിഞ്ഞ് യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ച ഓരോ ആളുകളും യേശുക്രിസ്തുവിലുള്ള ഏകചിന്തയോടിരിപ്പാൻ തക്കവണ്ണം ആ പ്രത്യേക കൃപ ഇന്ന് നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങൾക്ക് നൽകിയ ദാനങ്ങൾക്ക് നന്ദി പറയുന്നു. പിതാവേ, പുത്രനിലും പരിശുദ്ധാത്മാവിലും ഒരുപോലെ വ്യാപരിക്കുന്ന ദൈവേഷ്ടങ്ങളും ഏകചിന്തകളും അങ്ങയിൽ വിശ്വസിക്കുന്ന ഞങ്ങളിലും വ്യാപരിച്ച് ആത്മീയ ഐക്യത്തിലും ദൈവകൃപയിലും തുടരുവാനും സ്ഥിരതയിലും ആശ്വാസത്തിലും നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിവസം അനുഗ്രഹമാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു.